പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുന്നതിനും ജനങ്ങളെ അടിച്ചമർത്തുന്നതിനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് ഭരണകൂടം കാണുന്നത്. ഇത് ഒരു കൊളോണിയൽ സംവിധാനത്തിലുള്ള പോലീസിങ്ങിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും പോലീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെ തന്നെയാണ്. പോലീസ് സംവിധാനത്തെയും പോലീസിങ്ങിനെയും ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുന്നതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിലെ ജനാധിപത്യ സർക്കാരുകളുടെ അജണ്ടയാകേണ്ടത്. ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും അത്തരത്തിലുള്ളൊരു അജണ്ടയാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു തരത്തിലും ഇന്ത്യയിൽ, അത് ഏത് തരത്തിലുള്ള സർക്കാരുകളാവട്ടെ, ഇന്നോളം ഇന്ത്യയിൽ അത്തരത്തിലുള്ളൊരു അജണ്ട അവർ നടപ്പാക്കില്ല. പോലീസിനെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുകളിലുള്ള തങ്ങളുടെ അടിച്ചമർത്തലിനുള്ള, ഹിംസയ്ക്കുള്ള, വയലൻസിനുള്ള അധികാരത്തെ, ജനാധിപത്യ വിരുദ്ധമായ അവകാശത്തെ കൈയൊഴിയുക എന്നുള്ളതാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിരന്തരമായി ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുന്നതിനുള്ളൊരു ഉപാധിയായിട്ട് പോലീസിനെ നിലനിർത്തുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം, ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ എല്ലാം ആവശ്യമാണ്.